ലോകം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് അറ്റാക്കറാണ് ഹിക്കാറു നക്കമുറ. നക്കമുറ കളിച്ച ഒരു അടിപൊളി ഗെയിമാണ് നമ്മളിന്ന് കാണാൻ പോണത്. നക്കമുറ ഇവിടെ ബ്ലാക്ക് ആണ് കളിക്കണത്. നക്കമുറയുടെ എതിരാളി കളിക്കുവാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടി ഈ റൂക്കിനെ അങ്ങ് ആക്ടിവേറ്റ് ചെയ്ത് ക്വീനിലേക്ക് അറ്റാക്ക് ചെയ്തു. അപ്പോ ഒട്ടുമിക്ക ആൾക്കാരും ഈ ക്വീനെ എങ്ങോട്ടേലും എടുത്ത് മാറ്റാനേ നോക്കുള്ളൂ. ഇവിടെ ഒരു പീസിനെ എതിരാളിക്ക് കിട്ടുകയും ചെയ്ത് ക്വീനെ അറ്റാക്ക് ചെയ്യുകയാണ്. നക്കമുറ ഇതുപോലെ ഡിഫൻസിനൊന്നും പോകുന്നില്ല. കാരണം ഇവിടെ തന്റെ മറ്റേ റൂക്കിനെയും കൂടെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാ തരത്തിലും നക്കമുറയ്ക്ക് പണിയാണെന്ന് തോന്നാം. പക്ഷെ നക്കമുറ അടിപൊളി കോമ്പിനേഷൻ കളിക്കുവാണ്. വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. നമുക്കൊന്ന് കണ്ടാലോ. നക്കമുറ കളിക്കുവാണ് ദ ബ്രില്യൻ ക്വീൻ ടേക്സ് പോൺ. ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ക്വീൻ സാക്രിഫൈസ്. ഈ ക്വീനിനെ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൂക്ക് വെച്ച് ബിഷപ്പിനെ വേണ്ടി ബ്ലാക്ക് ബെറ്റർ ആവും. അതുകൊണ്ട് ക്വീൻ വെച്ചിട്ട് ആ ഒരു കിങ് വെച്ചിട്ട് ആ ക്വീനെ അങ്ങ് വെട്ടിയെടുക്കുവാണ് നക്കമുറയുടെ എതിരാളി. ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? റൂക്ക് വെച്ച് ബിഷപ്പിനെ വെട്ടി ചെക്ക് നൽകുമോ അതോ വേറെ എന്തെങ്കിലും കളിക്കുമോ? റൂക്ക് വെച്ച് ബിഷപ്പിനെ വെട്ടി ചെക്ക് നൽകുന്നതിന് മുന്നേ ആദ്യം ഈ ബിഷപ്പിനെയും കൂടെ ഓപ്പൺ അപ്പ് ആക്കുകയാണ്. എല്ലാ പീസിനെയും കളിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ബിഷപ്പും റൂക്കും നൈറ്റും ഈ റൂക്കും ബിഷപ്പും എല്ലാം കളിയിലാണ്. ഇപ്പൊ കിങ് എങ്ങാനും പുറകോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ബിഷപ്പുകളും നല്ല സ്ട്രോങ് ആണ്. റൂക്കുകളും എല്ലാം കൂടെ ഇവിടെ വൈറ്റിന് പണിയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കിങ് F3 പോകുന്നു. ഇനിയാണ് നക്കമുറ റൂക്ക് വെച്ച് വെട്ടി ആ ഒരു ബിഷപ്പിനെ വെട്ടി ചെക്ക് നൽകുന്നത്. കിങ് G4 പോകുന്നു. അടുത്ത നൈറ്റിനെയും കൊണ്ടും കളിയിലോട്ട് വരുന്നു. നോക്കുക, രണ്ട് റൂക്ക്, നൈറ്റ്, രണ്ട് ബിഷപ്പ്, നക്കമുറയുടെ എല്ലാ പീസും ആക്റ്റീവാണ്. ഇവിടെ എതിരാളി കിങ് G5 കളിക്കുവാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ നക്കമുറയ്ക്ക് കളി മുന്നോട്ട് പോകാൻ പോകുന്നത്? നക്കമുറ ആദ്യം റൂക്ക് G6 ചെക്ക് നൽകി കിങ്ങിനെ ഇവിടെ സൈഡിലേക്ക് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ കിങ്ങിനെ F4 പോവാം. പക്ഷെ ഇതുപോലെ നൈറ്റ് D3 ത്രെഡ്സ് ഉള്ളതുകൊണ്ട് എതിരാളി കിങ്ങിനെ H5 കളിച്ചത്. ഓക്കെ, ഇപ്പൊ തൽക്കാലമുള്ള ചെക്കുകളെല്ലാം ഒഴിവായെന്ന് തോന്നാം. പക്ഷെ നക്കമുറ ഇതിനപ്പുറം കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. നക്കമുറ കളിക്കുവാണ് പോൺ F6. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സൈലന്റ് മൂവ് ആയിട്ട് തോന്നാം. പക്ഷെ ത്രെട്ടൻ ചെയ്യുന്നത് ഇവിടെ ഒരു ചെക്ക്മേറ്റ് ആണ്. കാരണം എന്താണ്? നൈറ്റ് ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു, പോണ് ഇതും കൺട്രോൾ ചെയ്യുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുത്തു. കാരണം നൈറ്റ് ആണല്ലോ ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ റൂക്ക് വെച്ച് തിരിച്ച് റൂക്കിനെ വെട്ടി നക്കമുറ വീണ്ടും ആ റൂക്കിനെയും കൂടെ ആക്ടിവേറ്റ് ചെയ്തു. ഇപ്പൊ രണ്ട് റൂക്കും രണ്ട് ബിഷപ്പും ആണ്. ഇപ്പൊ എവിടേക്കാ പോകാൻ പറ്റുക? കിങ് H4 പോകുന്നു. ഇനിയും ഒരു സൂപ്പർ മൂവ് ആയിട്ട് നക്കമുറ കണ്ടിന്യൂ ചെയ്യുകയാണ്. ബിഷപ്പ് ടു C8. ഇവിടെ ചെക്ക്മേറ്റ് ആണ് ത്രെട്ടൻ ചെയ്തത്. അപ്പൊ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക? ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ എതിരാളി റിസൈൻ ചെയ്യാണ്. കാരണം G4 കളിച്ചു കഴിഞ്ഞാൽ ആദ്യം ബിഷപ്പ് ഇവിടെ വന്നൊരു ചെക്ക് വരും. മാറിക്കഴിയുമ്പോ അടിപൊളിയായിട്ടുള്ള ഒരു ചെക്ക്മേറ്റ്. എങ്ങനെയുണ്ട്?